മണി ഓ മണിയല്ലേ ശരിയായ മണി? കൂട്ടുകളൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ഇനി പണ്ടാര അടുപ്പിലേക്ക് വിളക്ക് പകരണ സമയമാവുമ്പോ നമുക്കും കത്തിക്കാം. പിള്ളേരെവിടെ? ഒരുത്തി നേരത്തെ എണീച്ച് റെഡിയായി. പിങ്കി എണീച്ചപ്പോ ലേറ്റ് ആയി പോയി. അവൾ അല്ലെങ്കിലും എപ്പോഴും അങ്ങനെയാണല്ലോ. എന്നാണ് ജീവിതത്തിൽ ഇവൾക്കൊക്കെ ഒരു ഉത്തരവാദിത്വം വരുന്നത്? ആ പിങ്കി ഭയങ്കര മടിയാണ്. ഒരു കാര്യം പറയട്ടാ, നമ്മൾ എല്ലാരെക്കാളും ഭാവിയെ പറ്റി ദീർഘവീക്ഷണം ഉള്ളത് അവക്കാണ്. അവൾക്കാ? എന്തോ എനിക്കറിഞ്ഞൂടാ. അച്ഛാ മക്കളെ മുല്ലപ്പൂ മേടിച്ചാ? അയ്യോ അച്ഛൻ മറന്നുപോയടാ. എനിക്കറിയാം. ഇതെന്താ? ഇതെവിടെ? പ്ലാസ്റ്റിക് മുല്ലപ്പൂ. പ്ലാസ്റ്റിക്കാ? പക്ഷെ ഒറിജിനൽ പോലെ ഉണ്ട്. കുളിച്ചാ? ശരിക്കും കുളിച്ച് പെട്ടെന്ന് ഒരുങ്ങിയല്ലോ. എന്തായാലും വാ, പായസം ഉണ്ടാക്കണ്ടേ? പായസം അല്ല മോളെ, പൊങ്കാല. അങ്ങനെ പറയാ? അങ്ങനെ പറയാവൂ. വാ റെഡിയാക്ക മണി. പൊങ്കാല നിവേദിയാണ്. ആയല്ലോ. അമ്പലത്തിൽ നീതിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. സമയാവാറായിട്ടുണ്ടാവും. വെയിറ്റ് ചെയ്യാം. അച്ഛാ കൊറേ നാളുകൊണ്ട് ഇങ്ങനത്തെ ഐറ്റംസിനൊന്നും കാണാനില്ലായിരുന്നു. നോക്ക്, എന്തെങ്കിലും കൊടുത്ത് പെട്ടെന്ന് പറഞ്ഞു വിട്. സാർ അമ്മ ഏതാവത് ഇറങ്ങി താങ്ക. ഇവിടെ ഒന്നും ഇല്ല. പൊയ്ക്കോ പൊയ്ക്കോ. മോളുടെ പേരെന്താ? എൻ പേര് ദുർഗ. തമിഴാ? ആമാ. ഊരെങ്ക? ഊര് തഞ്ചാവൂർ പക്കം. അച്ഛാ ഊരും പേരും ചോദിച്ചോണ്ടിരിക്കാതെ അച്ഛാ. ആരെ കണ്ടാലും റിങ്കി മോളെ ഇവിടെ ഒന്നും ഇല്ലടാ. നീ പൊയ്ക്കോ. വല്ല കഴിച്ചാ? ഇല്ല. പശിക്കുന്നാ? ആമാ. പൊങ്കാല കൊടുക്കണം. നേതി ഇഷ്ടമാണോ? പൊങ്കൽ തന്നെ. പൊങ്കാല ഇഷ്ടമാണോ? ആമാ സാർ, എനിക്ക് പെരിയ ഇഷ്ടം. കുറച്ചേരം വെയിറ്റ് ചെയ്യാം. നമുക്ക് ദേവിക്ക് നേതിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരാം കേട്ടാ. മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മ തങ്കച്ചി மட்டும்தான் இருக்கு. തങ്കച്ചിക്ക് നടക്ക முடியல. அப்படியா? അച്ഛൻ அப்பா ഒന്ന് ഇറந்து പോയിട്ട് ഏതാச்சுം തരങ്ങ. ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഇവിടം വരെ വന്നത്? ആമാ സാർ, ഞാൻ ഒറ്റയ്ക്ക് വന്നത്. അല്ല മോൾ എപ്പോഴും ഇവിടെ വരുമോ? ஆமா சார், என் அப்பாவோட குடும்பம் இந்த பக்கம் தான் இருக்கு. ஆனா நான் கோயில் பொங்கலுக்கு ஆனா ஒரு பெரிய வியாதி வந்திருக்கு. அதுக்கு மட்டும்தான் வராது. கொரோனா? கொரோனா? ஆமா சார், அது வந்திருக்கு. அப்புறம் நான் இந்த பக்கம் வரக்கூடாது. மணி വിശപ്പുണ്ടെന്നല്ലോ. പായസം തരാം. ഇപ്പോ തരേ. പിടി 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 പിടി. ശർക്കരമ്മ ആ തവി മാറ്റി കൊടു മോളെ. ഇല മാറ്റിയിട്ട് കുറച്ചിടും. അതൊക്കെ അവിടെ വെക്കി, എന്നിട്ട് ഇരിക്കെ കഴിക്ക്. മതി മണി. എന്താ അറിയുമോ, ചൂടല്ലേ, പിന്നെയും കൊടുക്കാമല്ലോ വേണമെങ്കിൽ. മോളിരുന്ന് കഴിക്കേ. കഴിക്കാൻ സ്പൂൺ ചൂടല്ലേ? അവിടെ ഇരുന്നാ അവിടെ ഇരിക്കായിരുന്നു. കുഴപ്പമില്ല, കഴിക്ക് കഴിക്ക്. ചൂട് 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 നല്ല ചൂട്. പാത്ത് പാത്ത്. വിശപ്പുണ്ട് കേട്ടോ. ചൂട് പായസം മാവും. கொஞ்சம் மெதுவா. ചൂട് ചൂട്. നിറച്ചും തരാവേ, ഇനിയും തരാവേ. കഴിച്ചോ, ആവശ്യത്തിന് കഴിച്ചോ. ഇഷ്ടപ്പെട്ടാ? അച്ഛാ അച്ഛൻ ഇന്നലെ കഥ ബാക്കി പറഞ്ഞില്ല. അത് പറയാം. കഴിക്കിട്ട് മോളെ. ഞങ്ങൾ ഇന്നലെ കുറച്ച് കഥയൊക്കെ കേട്ടിരിക്കായിരുന്നു. അതെ, ഈ പൊങ്കാലയുടെ ഹിസ്റ്ററി ചോദിക്കാതെ. അപ്പൊ കണ്ണകിയുടെ കാര്യം ഞാൻ പറഞ്ഞു. മധുരയിൽ നിന്ന് കണ്ണകി ഇങ്ങോട്ട് വന്ന കാര്യം. ആറ്റുകാലിന്റെ ഐതിഹ്യം ബാക്കി പറയണ്ടേ? പറ. ബാക്കി അങ്ങനെ കണ്ണകി അവിടെ നിന്ന് മധുരയിൽ നിന്ന് ഇതെല്ലാം ദേശത്ത് ചാമ്പലാക്കിയിട്ട് ഇവിടെ വന്ന് നമ്മുടെ കിള്ളിയാറിന്റെ കരയിൽ വന്നു.
കിള്ളിയാറിന്റെ കരയിൽ വന്നപ്പോഴത്തേക്ക് അന്ന് കര കവിഞ്ഞ് വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ ഒരു ബാലികയായിട്ടാണ് വന്നത്. അക്കരെ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാരണവർ, അന്ന് ആ ദേശത്തൊക്കെ ഓരോ കുടുംബത്തിനും കാരണവരുണ്ട്, മുല്ല വീട്ട് കാരണവർ. അദ്ദേഹം ഇങ്ങനെ രാവിലെ കുളിച്ച് തേച്ച് ഇറങ്ങാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു ബാലിക ഇരിക്കുന്നു. അപ്പോൾ പറഞ്ഞ് എന്നെ ഒന്ന് അക്കരെ ആക്കി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഓക്കെ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ എടുത്ത് അക്കരെ കൊണ്ടാക്കി. പിന്നെ ആ കുട്ടിയെ കാണാൻ അപ്രത്യക്ഷമായി. പിന്നെ പുള്ളിക്ക് ഭയങ്കര ടെൻഷനായി. ഇതെന്താ ഇങ്ങനെയെന്ന്, കഴിക്കേ എന്താ ഇങ്ങനെയെന്ന് വിചാരിച്ചു. അദ്ദേഹം പിന്നെ കിടന്ന് ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ഈ ബാലിക വന്നു. ഞാനിങ്ങനെ ദേവിയാണ്, എന്നെ ഇവിടെ കുടിയിരുത്തണം എന്ന് പറഞ്ഞു. അപ്പം എവിടെ കുടിയിരുത്തുന്ന അദ്ദേഹത്തിന് അറിഞ്ഞൂടല്ലോ. എന്ത് പറ്റി? എന്നിട്ട് അങ്ങനെ അപ്പൊ അദ്ദേഹം സ്വപ്നത്തിൽ ആ ബാലിക കാണിച്ചു കൊടുത്തു. 3 വര ഇട്ടിട്ടുണ്ട്, ഞാൻ അവിടെ ഇങ്ങനെ ഒരു അമ്പലം പണിയണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്ക് 3 വര കിടപ്പുണ്ട്. പിന്നെ അവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച്, പ്രമാണിമാരെയൊക്കെ വിളിച്ച് അദ്ദേഹം അവിടെ ഒരു തെക്കതുണ്ടാക്കി. തെക്കതെന്ന് പറഞ്ഞാൽ എന്താ, ഈ ചെറിയൊരു അമ്പലം പോലെ ശ്രീകോവിലൊന്നും അല്ലാതെ ചെറുതായിട്ട് ദേവീനെ ആരാധിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ദേവീ ചൈതന്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ അമ്പലമൊക്കെ പണി. പിന്നെ വേറൊരു കഥ ചിലടത്ത് പറയുന്നുണ്ട്. ഈ ബാലിക ഇങ്ങനെ വന്ന് ഇരുന്നപ്പം ബാലിക ആറ്റിന്റെ കരയിൽ ഒരു കാലില്, അതാണ് ആറ്റുകാൽ. ഈ ആറ്റിന്റെ കാലെന്ന് പറഞ്ഞാൽ ഈ മരത്തിന്റെ ഒക്കെ കുറ്റി, അതിൽ വന്നിരിക്കും. അങ്ങനെ ഇരുന്നപ്പോ ഒരു അമ്മൂമ്മ ഇങ്ങനെ നടന്നു വന്നു. അപ്പൊ ഇത് ഇങ്ങനെ വിശന്നിരിക്കുന്ന പോലെ കണ്ടപ്പോ, ഇതുപോലെ വിശന്നിരിക്കുന്ന പോലെ കണ്ടപ്പോ അമ്മൂമ്മ പെട്ടെന്ന് കയ്യിലിരുന്ന അരിയും തേങ്ങയും ഒക്കെ ഇട്ട് ആ പറമ്പിൽ നിന്ന് തന്നെ കൊതുമ്പും ചൂട്ടും ഒക്കെ വെച്ചൊരു ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ചോറല്ല, ഒരു വെള്ളച്ചോറ്. അതാണ് വെള്ളച്ചോറ് വിടും ആറ്റുകാൽ പൊങ്കാലയ്ക്ക്. തൊണ്ടപ്പുറ്റ്, വെള്ളച്ചോറ്, തേരളി, അങ്ങനെ വ്യത്യസ്തമാണ്. അങ്ങനെയാണ് കഥകൾ പറയുന്നത്. എന്തായാലും ദേവീ ചൈതന്യം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. എത്ര പേരാ പൊങ്കാലയ്ക്ക് വരുന്നത്? ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ശബരിമലയല്ലേ. മക്കളെ, ആ കുട്ടിക്ക് നമുക്ക് നിങ്ങളുടെ കുറച്ച് വസ്ത്രം കൊടുക്കാം. എന്താ അറിയുമോ, നോക്ക് കീറി പറഞ്ഞതൊക്കെ മുഷിഞ്ഞതായിട്ടിരിക്കുന്ന നിങ്ങളുടെ കുറച്ച് ഡ്രസ് കൊടുക്കാം. എന്താന്ന് വെച്ചാ പറയണേ? അച്ഛൻ ഇങ്ങോട്ട് വന്നേ. എന്ത് എടുത്തോളൂ. വേണോ മോളെ? നീ കഴിക്കേട്ടാ, നല്ലോണം കഴിക്കും. എന്തറിഞ്ഞിട്ട് അച്ഛ ഞങ്ങളെ ഡ്രസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞേ? ആയിക്കോട്ടെ, പക്ഷെ ഞാൻ ജിമ്മിലൊക്കെ ഇട്ടോണ്ട് പോകുന്ന ഡ്രസ്സാണ് അത്. കൂടുതലും കുട്ടി നിക്കറാണ്. അതൊക്കെ ആ കൊച്ചിന് ഇടാൻ പറ്റുമോ? ആ, ഇവളത് വേണമെങ്കിൽ നോക്കാം. മോളെ പിങ്കി, മക്കളുടെ ഡ്രസ് കൊടുക്കാം നമുക്ക്. അച്ഛൻ എന്റെ ഡ്രസ്സൊക്കെ ആ കൊച്ചിന് പാകാവും തോന്നണുണ്ടാ? ഇട്ടിട്ട് പായക ഒരുപാട് ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതെങ്ങനെ കൊടുക്കണം? ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെയ്തോളാം. മണിയേ. ഓ വന്നേ. മണി, ഒരു കാര്യമുണ്ട്. ഇവരുടെ ഡ്രസ്സൊന്നും ആ കുട്ടിക്ക് ചേരൂല. ടീഷർട്ടും അത് മാത്രമല്ല, ഇവളുടെ ആണെങ്കിൽ ലൂസാണ്. പിന്നെ ഇവളുടെ അല്ല കുഴപ്പമില്ല, നമുക്ക് പുതിയത് വാങ്ങിച്ചു കൊടുക്കലൊന്നും നടക്കൂല. ഒരു കാര്യം ചെയ്യാം, കുറച്ച് പൈസ കൊടുക്കാം. ആ കൊച്ചിന് ഇഷ്ടമുള്ളത് അങ്ങ് ആയിക്കോളൂല്ലോ. അത് ഐഡിയ. അത് ഇഷ്ടമുള്ള വാങ്ങിച്ചോളൂ. എന്നൊരു കാര്യം ചെയ്യും, എന്റെ പേഴ്സ് അവിടെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. നീ തന്നെ കൊടുത്തേക്ക്. പൊങ്കാലയും കൊടുക്കുന്നുണ്ടോ കഴിക്കാനായിട്ട്? നീ തന്നെ കൊടുത്തേക്ക്. ഞാൻ കൊടുക്കാം. അത് മതി മക്കളെ. പുതിയത് കൊടുക്കുമ്പോഴേ അതിന് സന്തോഷം അല്ലേ? ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.